ഹലോ, നമ്മൾ ഇന്ന് ഒരു വൈകുന്നേരത്തെ വ്ളോഗാണ് ചെയ്യുന്നത്. ഇന്ന് ഇച്ചിരി ക്ലീനിങ് പരിപാടിയാണ്. ഇന്ന് റൂമെല്ലാം നമ്മൾ തൂത്തു മുറ്റത്തേക്ക് ഇറങ്ങണം. നമ്മുടെ അടുക്കളവശമാണ് കേട്ടോ. ഒത്തിരി നമുക്ക് കാന്താരി, മുരിങ്ങയില അങ്ങനെ മാവൊക്കെ ഉണ്ട്. പക്ഷെ അപ്പടി കാടെല്ലാം കയറി നമ്മുടെ കാന്താരി എല്ലാം ഇപ്പോൾ പറിക്കുന്നില്ല. അപ്പടി പോയി മഴയില്ലാത്ത കാരണം അതിൻ്റെ ചുവടിലെല്ലാം ഭയങ്കരമായിട്ട് പുല്ലെല്ലാം കയറി കാടെല്ലാം കയറി. ഇപ്പോൾ ക്ലീൻ ചെയ്യാമല്ലോ എന്ന് കരുതിയപ്പോൾ വെയിലാണ് രാവിലെ സമയങ്ങളെന്ന് പറയുമ്പോൾ. വൈകുന്നേരം കുഴപ്പമില്ല, ഒരു ഉച്ച കഴിഞ്ഞൊരു 4 മണി 3:30 4 മണി സമയമാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പറിക്കാം. ഞാൻ അരിവ കൂടാതെ പിച്ചാത്തി അങ്ങനെ ആയുധങ്ങളൊന്നും എടുക്കുന്നില്ല. നമുക്ക് കൈകൊണ്ട് പറിക്കാവുന്ന രീതിയിലുള്ള ചെടികളൊക്കെ ഉള്ളൂ. പറഞ്ഞു വന്നോളൂ. നമ്മുടെ അടുക്കളയിൽ നിന്ന് വെള്ളം വേസ്റ്റ് വെള്ളം പോകുന്ന ഓസാട്ടോ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആട്ടോ ഇതെല്ലാം ക്ലീനാക്കി ഞാൻ നമ്മുടെ കാന്താരിയുടെ ചൂടെല്ലാം. ഇനി കാന്താരിയെല്ലാം ഒടിഞ്ഞപ്പടി വീണ് കിടക്കണം. നമുക്ക് നാളെ ഒന്ന് സെറ്റാക്കണം, അത് നിവർത്തി കെട്ടി വെക്കണം. അപ്പം അത്യാവശ്യം മുളക് ഭയങ്കരമായിട്ട് കാട് കയറി കിടന്നാണ് നമ്മുടെ കാന്താരിയെല്ലാം കണ്ടോ. അപ്പടി കുറേ കാക്കയൊക്കെ കുത്തിക്കൊണ്ട് പോകും. അപ്പോൾ ചൂടെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ കൈ കൊണ്ടാട്ടോ പറിച്ചതല്ലാതെ നമുക്ക് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശം വൃത്തിയാക്കി. കുറേ പൂക്കളുണ്ടായിരുന്നെല്ലാം പോയി. പിന്നെ ഈ ഒരു ചെടി എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരെണ്ണോടെ ഉണ്ട് ഇതും. ഈ ചെടി എന്താണെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരൗഷധമാണ്. പിന്നെ നമ്മുടെ മുരിങ്ങയിലയുണ്ട്. പിന്നെ വൈകുന്നേരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് കയറി. വൈകിട്ട് ഞാൻ മീൻകറി വെച്ചു. തലക്കറിയാണ് കേട്ടോ, പീസ്. അതുപോലെ തന്നെ കപ്പ വേവിച്ചു. പിന്നെ അരി അരയ്ക്കാനുള്ള നാളത്തേക്ക് അപ്പത്തിനുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും പരിപാടി വൈകുന്നേരത്തെ കഴിഞ്ഞു. അപ്പം ഇതൊരു ചെറിയൊരു വൈകുന്നേരത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്.